ചേട്ടാ 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 ആ കിടക്കുന്ന ഫ്രീ ബസ്സാണോ? അത് ഫ്രീ ബസ് ഒന്നും അല്ലേ, അതിന്റെ അപ്പുറത്ത് കിടക്കുന്നത് അത് സിറ്റി ബസ്സാ കൊച്ചത്. സിറ്റി ഫാസ്റ്റോ? ഇന്നലെ വരെ ഓർഡിനറി ആയിരുന്നല്ലോ ഇത്. അത് ഇന്ന് തൊട്ട് സിറ്റി ഫാസ്റ്റാ. അല്ല ഈ ഫ്രീ ബസ് എവിടെ കിട്ടും? ഇതല്ലേ ഫ്രീ ബസ്, പ്രിയദർശിനി. പക്ഷെ ഇതിനകത്ത് ഒരു പഞ്ചായത്ത് ഫുൾ ആളുണ്ടല്ലോ. എന്റെ പൊന്നു മോളെ, ഇന്ന് കണ്ട പാർട്ടിക്കാർ വഴക്കുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും അല്ലാത്തവരും എല്ലാവരും കയറിയിട്ടുണ്ട്. നാളത്തെ ആരും കിടത്തില്ല. മോളെ അങ്ങോട്ട് കയറ്, നമ്മുടെ വണ്ടി കയറ് അങ്ങോട്ട്. അയ്യോ എനിക്ക് വയ്യ, ഒരു മിനിറ്റ്. എന്തെടുക്കുവാ കണ്ടോ? അച്ഛന്. ഹലോ അച്ഛാ, അച്ഛൻ്റെ അടുത്ത് വണ്ടിക്കൂലി ചോദിച്ചപ്പോ എന്തുവായിരുന്നു? ഞാൻ ഏരെന്നേരെന്ന് ചോദിച്ചതല്ലായിരുന്നോ? ഓ ഭയങ്കര സോക്കേട്. ഇനി എനിക്ക് ടിക്കറ്റിന്റെ പൈസയുടെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഫ്രീ ആ ടിക്കറ്റ്, അറിയോ? പ്രിയദർശിനി. പ്രിയദർശിനി ഉണ്ട്, പ്രിയദർശിനി. തിരക്കില്ലാത്ത പ്രൈവറ്റ് ബസ് എന്റെ പട്ടി. തിരക്കുള്ള പ്രിയദർശിനി ബസ് ഇത് തന്നെ ശരണം. ഇന്ന് ഞാൻ ജാക്കിയത് തന്നെ. പിന്നെ എനിക്ക് ദേഷ്യം വന്നപ്പോഴേ അച്ഛൻ പൈസ തരാതിരുന്നപ്പോ ഞാൻ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് ആരും അറിയാതെ ഒരു 50 രൂപ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് വൈകിട്ട് വരുമ്പോ ഉണ്ടല്ലോ, ഞാനതെടുത്ത് മുഖത്തറിയുന്നുണ്ട്, നോക്കിക്കോ. അതെടുത്ത് കഷത്തങ്ങ് വെച്ചോണം. ഓ എന്തൊരു സമാധാനം. അതൊക്കെ വേണം വലിച്ചെറിയുന്നൊക്കെ. പിന്നെ ആവശ്യം വരെ എപ്പോഴെങ്കിലുമൊക്കെ പപ്സ്. സുഹൃത്തുക്കളെ, ഞാൻ പറയുകയാണ്, ഇത് നമ്മുടെ വിജയമല്ല, എന്റെ വിജയമല്ല, നിങ്ങളുടെ വിജയമല്ല, പിന്നെ ആരുടെ വിജയമാണ് പറയൂ? സർക്കാരിന്റെ വിജയം. സർക്കാരിന്റെ അല്ല, സ്ത്രീകളുടെ വിജയമാണ്, സ്ത്രീകളുടെ വിജയം. മോളെ അങ്ങോട്ട് കേറിക്ക്, ഇഷ്ടം പോലെ അലല്ലേ കിടക്കുന്നേ. നിങ്ങൾ ആ ജനല് പൊട്ടിച്ചാ ഞാൻ റോഡിലോട്ട് ഇറങ്ങിക്കാം. മോളെ അങ്ങോട്ട് നേരെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്, അങ്ങോട്ട് കയറി. നിങ്ങൾ അങ്ങോട്ട് കയറി. ഈ സഹോദരി രാവിലെ തന്നെ കണ്ടില്ലേ, ബാഗ് പാട്ട് കഷ്ടപ്പെട്ട് വന്നിരിക്കുകയാണ്. മക്കളെ എവിടെ പോവാ? കോളേജിൽ പോവാ. അതിന് കോളേജ് ഇല്ലല്ലോ. കൂട്ടുകാരുടെ വീട്ടിൽ പോവാ. കണ്ടോ, കോളേജ് ഇല്ലാത്ത ദിവസം പഠനത്തിന് വേണ്ടി ആ സഹോദരി കൂട്ടുകാരിയുടെ വീട്ടിൽ പോവാണ്. ശരിക്കും അവിടെ പോവാ. കൂട്ടുകാരുടെ വീട്ടിൽ ബീഫും കപ്പയുണ്ടെന്ന് പറഞ്ഞു, അവള് വിളിച്ച് തിന്നാൻ പോവാ. കണ്ടോ, ഈ കൂട്ടുകാരി, ഈ സഹോദരി വലിയ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് പോയിരിക്കുന്നത്. എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ദിവസം ലഡു കൊടുത്ത് ആശംസിക്കുക. എവിടെ പോലെ ഞാൻ എവിടെയോടെങ്കിലും പോട്ടെ, നിങ്ങൾ എന്തിനാ ഇതൊക്കെ തിരക്കുന്നേ? ഞാനല്ലേ കണ്ടക്ടർ, അപ്പൊ ഞാൻ അറിയണ്ടായോ പോന്നേന്ന്. ഓ വേണ്ട, ഞങ്ങൾക്ക് ഈ ബസ് ഫ്രീയാ, അപ്പൊ നിങ്ങൾ അറിയണ്ട, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകും. മോളെ സ്ഥലം പറ, ടിക്കറ്റ് എടുക്കണ്ടായോ? ഓ വേണ്ട, ടിക്കറ്റ് വേണ്ട. എന്റെ പൊന്നുമോളെ സ്ഥലം പറ, ടിക്കറ്റ് വേണം. പിന്നെ സൗജന്യ യാത്ര എന്ന് പറഞ്ഞിട്ട് എന്തിനാ ടിക്കറ്റ്? ഞങ്ങൾക്ക് ഫ്രീയാ. എന്തുവാ ഇത്? എന്റെ പൊന്നുമോളെ സ്ഥലം പറഞ്ഞാല് ടിക്കറ്റ് തരും, അത് ഫ്രീ ആണ്, പക്ഷെ സ്ഥലം അറിയണം. വേണ്ട, ഒരു വായ 2 വർത്തമാനം പറയില്ല, ടിക്കറ്റ് ഒന്നും അടിക്കണ്ട, ഫ്രീ ആയത്. എന്റെ മോളെ ടിക്കറ്റ് വേണം കയ്യില്. കായംകുളം ചേട്ടാ, കായംകുളം ചേട്ടാ. ഒറ്റ മനുഷ്യരില്ല, ഇരുന്നോ കിടന്നോ എങ്ങനെ വേണേലും പോവാം. കിടന്നു പോകാൻ പറ്റുമോ? കിടന്നു പോവാം. കിടന്നു പോകാൻ പറ്റുമോ? അല്ല, ആളൊന്നും ഇല്ല, അങ്ങനെ പറഞ്ഞതാ. മറ്റേ സൈഡത്തെ ഷട്ടറൊക്കെ ഇടുവോ? എന്തിന്? മഴയൊക്കെ വരുന്നു. മഴ പെയ്തില്ലല്ലോ, പെയ്യുമ്പോ ഇട്ടാ പോരെ. ഇപ്പൊ മഴക്കോളല്ലേ ഉള്ളു, ഇത് പെയ്യുമെന്ന് തോന്നില്ല. തണുപ്പൊക്കെ ഉണ്ട്. അതിനെന്തൊക്കെയാ ഷട്ടർ ഇടുന്നേ? ഞങ്ങള് കപ്പിൾസിനൊക്കെ എങ്ങനെയാ? കപ്പിൾസ്? അയ്യേ, ഇമാതിരി പരിപാടിയൊന്നും ഈ ബസ്സിന് നടത്തിക്കില്ല. ഇതേ എന്റെ കുഞ്ഞിനെ പോലെ കൊണ്ടുനടക്കുന്ന എന്റെ ബസ്സാ, എന്റെ ബസ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടുവന്ന ഈ ഒരു പ്രവണത അവസാനം നമ്മുടെ സംസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒറ്റൊരു സംസ്ഥാനം വേറെയില്ല. നോക്കൂ, മറ്റൊരു സഹോദരി വേറെ ദൗത്യത്തിന് വേണ്ടി പോവാണ്. സഹോദരി എവിടെ പോവാണ്? ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ കോളേജ് ഇല്ലെന്ന്, അതുകൊണ്ട് ഞാൻ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിലോട്ട് പോവാണ്. അത് പഠിക്കാൻ വേണ്ടി ആയിരിക്കും. പഠിച്ചോണ്ടിരുന്ന ഒരു കൂട്ടുകാരി അപ്പൊ ഒരാഴ്ചയായിട്ട് അവളൊന്നും വരുന്നില്ല. അവളുടെ തുടയുടെ ഈ ഭാഗത്തെ ഒരു വലിയ വട്ടച്ചൊറി, ഞാൻ ഇതൊരു ചൊറി കണ്ടിട്ടില്ല. ചേട്ടനുണ്ടല്ലേ? എനിക്കിത് കേട്ടപ്പോ എനിക്കും ചൊറിഞ്ഞു വരുന്നു. കാണാൻ പോവാ. പയ്യാടെ വീട്ടിലെ കട ഇരുന്നൂടെ, എവിടെ കയറി പോവാ? നിനക്ക് നാണോ മാനോ ഉണ്ടോടി? നീ സർക്കാർ ബീഫ് തിന്നാൻ പോവല്ലോടി, അല്ലയോ? ഞാന് കൂട്ടുകാരെ കാണാൻ പോവാ, അല്ലാതെ കപ്പയും ബീഫും ഒന്നും തിന്നാൻ പോവല്ല. ആരാണ്ട് പറഞ്ഞത് ചുമ്മാ കിടന്ന് ഉണ്ടാക്കല്ലേ എന്റെ അടുത്ത്. യഥാർത്ഥത്തിൽ ഫ്രീ എന്ന് പറയുന്നത് ഞങ്ങളെ പോലുള്ളവർക്ക് വേണ്ടേ, അല്ലാതെ കണ്ടവന്റെ വീട്ടിൽ നക്കാൻ തിന്നുന്ന നിന്നെ പോലുള്ളവർക്കൊന്നും അല്ല കേട്ടോ. കൂടുതൽ കേട്ടോ. നിങ്ങൾ എവിടെ
ഒരു പാറ്റൻ, ഒരു പൊടിക്കൻ, ഒരു പാക്കരപ്പണിക്കൻ. എന്തിനാ പറയുമ്പോ ഇത്ര ഇളക്കം? ഞങ്ങളുടെ കൂട്ടുകാരെ കാണുമ്പോ ഞങ്ങൾക്ക് ഇച്ചിരി ഇളക്കം വരും. പിന്നെ അത് കൂടാതെ എന്റെ കാസർഗോഡുള്ള ഒരു കൂട്ടുകാരനുണ്ട്, ശേഖരൻ. അവനെ എനിക്കൊന്ന് കാണാനായിരുന്നു. ശേഖരൻ അവിടെ കാണുമെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞ. അവിടെ കാണും. ഇത് ഇവിടെ നടക്കത്തില്ല. ഇനിയിപ്പോ അതേ അടക്കും. പ്രിയദർശിനിയൊക്കെ ഓടി തുടങ്ങി. എന്താ പറയുന്ന? അങ്ങനെയാണെങ്കിൽ ഒരു 1700 രൂപ വന്നു കഴിഞ്ഞാ ഓക്കെയാ. നടക്കത്തില്ല. അപ്പുറത്ത് ഓയിൽ 800 രൂപയുള്ളൂ. 800 രൂപയോ? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 700 രൂപ. അതും വരുന്നത്. അത് ഇച്ചിരി കൂടുതലാ. ഇച്ചിരി ഒന്നാത്തെ 650. 600 തരാം ചേട്ടാ. വെല്ലം കിട്ടണ്ട ചേട്ടാ. 500 നിങ്ങൾക്കും 100 രൂപ വഴിയിലെ ബിരിയാണിക്ക്. എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അല്ല, എങ്ങനെ പോകുന്നു? 2-3 കൊള്ളാം. അതല്ല, ഫ്രീ സർവീസ് എങ്ങനെ? അല്ല, ഞാനും തന്നെ പറഞ്ഞ ഫ്രീ സർവീസ് കൊള്ളാലോ, നമ്മുടെ ജനത്തിന്റെ നല്ലതിന് വേണ്ടിയല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്. നമ്മള് വണ്ടി പോകുമ്പോ 30 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ പോകരുത്. പിന്നെ അതേപോലെ ഈ KSRTC ബസ്സൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ചൊറിച്ചിലുണ്ടല്ലോ, ഈ ആക്സിലേറ്ററിന്റെ മണ്ടയ്ക്ക് കയറി ഇരുന്ന ഒരു ഓടിയിൽ. ആ പരിപാടിയൊന്നും പറ്റത്തില്ല. പിന്നെ ബമ്പ്, കട്ടർ അങ്ങനെയുള്ളിടത്ത് നിർത്തി സെക്കൻഡ് ഇട്ട് പെതുക്കെ ക്ലച്ച് താങ്ങി പെതുക്കെ എടുത്ത് പോകണം. ഓക്കെ ആണോ? അങ്ങനാണെങ്കിൽ ഡീല്. ആരെ കൊണ്ടാന്ന് വെച്ചാ വിളിച്ച് കേറിക്കോ. ശരി. രാഹുലേ, വണ്ടി രാഹുലേ. പിന്നെ എവിടെ വീട്? നൂറിനാട്ടോ ഇവിടെ കൂടെ ചേർന്നിരി. ദർശന തിയേറ്ററിന്റെ അപ്പുറത്ത്. ദർശന തിയേറ്ററിന്റെ മുതലാളി ഞാനും കൂടെ ഭയങ്കര ബന്ധമല്ലേ. അച്ഛനെ അറിയാമോ? ഞങ്ങളുടെ ആ തിയേറ്ററൊക്കെ. ദർശന തിയേറ്ററിന്റെ മുതലാളിയുടെ മോളോ? അതെ. നിങ്ങളുടെ വീട്ടിലല്ലേ 2 ബെൻസും BMW ഒക്കെ ഉള്ളത്? 2 ബെൻസല്ല, 4 ബെൻസും 2 BMW. പിന്നെന്താ ഇതേ വന്നേ? അല്ല, പ്രിയദർശിനി പെൺപിള്ളേർക്ക് വേണ്ടിയുള്ള. ഇറങ്ങ്. അത് പറ്റത്തില്ല, എനിക്ക് പ്രിയമുള്ള. ഈ ഫോൺ എങ്ങനെ ഓൺ ആക്കുവാണെങ്കിൽ ചന്തി അടിക്കാൻ പൊടിക്കും. എനിക്ക് 4 ഒന്നോടി, 4 ബെൻസ് 2 BMW വന്നേക്ക്. ഇറങ്ങി ഇറങ്ങ്. ശരി. പിന്നെ നീട്ടിയുള്ള ബെല്ലടിയൊന്നും വേണ്ട. റദ്ദാവും.